നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വന്തം കൺമുന്നിൽ നിങ്ങൾ ഒരു വീട്ടുകാരെ ആക്രമിക്കാൻ ചെന്ന അവൾക്ക് തന്നെ പോലീസിനെ വിളിക്കേണ്ടി വരും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ. അറസ്റ്റോ ജയിലോ ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ നാളെ പത്രങ്ങളും മീഡിയ ആഘോഷിക്കുന്നത് കളക്ടറെ പുച്ഛിച്ചായിരിക്കും. അവനെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുന്ന അവന്റെ മോന്തയുടെ പടം വല്ലതുണ്ടോ കയ്യില്? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാ മതി. ഈ പെരുന്തുറയിലില്ലെങ്കിൽ അന്റാർട്ടിക്ക പോയിട്ടാണെങ്കിലും ഞങ്ങൾ അവനെ പൊക്കും. പിന്നെ അവനോട് എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കണം. എനിക്ക് വാ കൊണ്ടുള്ള സംസാരമൊക്കെ അല്പം കുറവാ, അതുകൊണ്ടാ. എത്രയായി? 50. ഈശ്വര, ആ മനുഷ്യനോട് ഞാൻ എന്ത് പറയും? ഒരു മനസ്സമാധാനവും ഇല്ലല്ലോ. ശാരദേ, മക്കളുടെ വിശേഷമൊന്നും പറഞ്ഞില്ല. ഇതെന്താ ശാരദേ, സത്യഭാമയുടെ വീട്ടിൽ പെൺമക്കളുടെ വിശേഷം അന്വേഷിക്കാൻ ചെന്നപ്പോ അവര് നിന്റെ നാവങ്ങ് വലിച്ചൂരിയെടുത്തോ? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഒന്നവിടെ നിന്നേ. നിന്നോടാ ചോദിച്ചത്, ഉത്തരം പറയാൻ. കരയാ മാത്രം എന്തു പറ്റി ശാരദേ? നമ്മുടെ മോള് ശാലിനി, അവളുടെ ജീവിതം തീർന്നു ഗോപാലേട്ട. എന്താ എന്താ പറഞ്ഞേ? എങ്ങനെ എങ്ങനെ തീരാൻ പോകുന്നു നീ പറയുന്നേ? നീ കരയാതെ കാര്യം എന്താന്ന് തെളിച്ചു പറ ശാരദേ. സത്യമ്മ വിഷ്ണുവിന്റെയും അവിടെയുള്ള കാർത്തികയുടെയും വിവാഹം നിശ്ചയിച്ചു. കല്യാണക്കുറി അച്ചടിച്ച് വന്ന് അവരാദ്യം ക്ഷണിച്ചത് എന്നെയാ. എന്തു വന്നാലും ആരെതിർത്താലും അവരത് നടത്തുമെന്ന് തന്നെയാ തീരുമാനം. പണ്ട് ആ മധുശ്രീയായിട്ട് പലതവണ ശ്രമിച്ചു മുടങ്ങിയ കല്യാണം ഇത്തവണ എന്തായാലും കാർത്തികയായിട്ട് നടത്തുമെന്ന് ഉറപ്പാ. നമ്മുടെ മോൾക്ക് താലി കഴുത്തിൽ അണിഞ്ഞ വിധവയെ പോലെ അത് നോക്കി നിൽക്കേണ്ടി വരും. അവളുടെ ജീവിതം തകർന്നു. നമ്മുടെ സത്യമോൾക്ക് ഇനി അച്ഛാന്ന് വിളിക്കാൻ വിഷ്ണു ഉണ്ടാവില്ല. അവള് അനാഥയാവും, ഉറപ്പാ. എന്റെ മൂത്ത മകൻ വിഷ്ണുവിന്റെ വിവാഹമാണ്. അതിന്റെ ക്ഷണക്കത്തടിച്ചത് വാങ്ങിക്കാൻ പോയതായിരുന്നു ഞാനും എന്റെ മോനും. വാങ്ങിക്ക് ശാരദാമ്മേ. ഗോപാലേട്ട എങ്ങോട്ട് പോന്നു? ആ സത്യഭാമയുടെ വീട്ടിലേക്ക്. ഈ രാത്രിയിലോ? എന്തിന്? കൊല്ലാൻ. ആരെ? ആ സ്ത്രീയെ തന്നെ, സത്യഭാമയെ. കൊല്ലാനോ? അത് സത്യഭാമയെ? അതെന്താ, അവര് സഞ്ജീവന മന്ത്രം വല്ല പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങ് ചാവാതിരിക്കാൻ. ഗോപാലേട്ട,
നമ്മുടെ മോള് ജീവിച്ചിരിക്കുമ്പോ അവനെ കൊണ്ട് ഇനിയൊരു കല്യാണം കഴിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗോപാലേട്ട, വേണ്ട, സാഹസം ഒന്നും കാണിക്കണ്ട. ആവേശത്തോടെ നിങ്ങൾ പോയി അക്രമം കാണിച്ച നമ്മുടെ മോൾക്ക് അത് അപകടം വരുത്തും. അവളൊരു ജില്ലാ കളക്ടറും കൂടിയാ. അതൊക്കെ അങ്ങ് ആഫീസിലും. അവളെ ആദ്യമായിട്ടും അവസാനമായിട്ടും എന്റെ നിന്റെ മോള. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കളക്ടറും മജിസ്ട്രേറ്റും ഒക്കെ. ഗോപാലേട്ട, അങ്ങനെയല്ല. സ്വന്തം കൺമുന്നിൽ നിങ്ങൾ ഒരു വീട്ടുകാരെ ആക്രമിക്കാൻ ചെന്ന അവൾക്ക് തന്നെ പോലീസിനെ വിളിക്കേണ്ടി വരും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ. അറസ്റ്റോ ജയിലോ ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ നാളെ പത്രങ്ങളും മീഡിയ ആഘോഷിക്കുന്നത് കളക്ടറെ പുച്ഛിച്ചായിരിക്കും. അച്ഛൻ കള്ളും കുടിച്ച് മരുമകന്റെ വീട് ആക്രമിക്കാൻ ചെന്നെന്ന്. എന്താ അത് വേണോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് തൽക്കാലം ഗോപാലേട്ടൻ ഒന്ന് കേക്ക്. ഇപ്പൊ അങ്ങോട്ട് പോകരുത്. നമുക്ക് വേണമെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് എന്ത് വേണോന്ന് ആലോചിക്കാം. ഇപ്പൊ ഒന്ന് അടങ്ങ് ഗോപാലേട്ട, ദയവ് ചെയ്ത്. ശാലിനി ഇവിടെ ഉള്ള എന്തുകൊണ്ടും നന്നായി. പക്ഷെ കാർത്തിക, അവളെ ഇവിടുന്ന് ഒഴിവാക്കണം. വിഷ്ണു അവളും തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ല. നമ്മുടെയൊക്കെ മുമ്പിലെ ഒരു അഭിനയം എനിക്കങ്ങനെയാ മനസ്സിലാവുന്നതേ. എന്നാൽ വച്ചാ ഇത് എത്ര സമയം എന്ന് വെച്ചാ? 4 ആളെ കുട്ടി കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ സത്യമ്മ. ഇനി അതും കൂടി കഴിഞ്ഞാ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.